നീറ്റിൻ്റെ ചോദ്യപേപ്പർ ചോർച്ചയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷ നടത്തിക്കുവാനുള്ള കഴിവും രാജ്യത്തെ CBSE, ICSE, UGC, നീറ്റ് പരീക്ഷകളുടെയൊക്കെ ഒരു കാര്യക്ഷമതയുമൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് ഭാഗമായി കൃത്യമായ ഒരു ടാസ്ക് ഫോഴ്സിനെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നേരത്തെ ഇതെല്ലാം ആയിരുന്നുവെങ്കിൽ ഇത്രയും പ്രതിസന്ധി ഒന്നും വരത്തില്ലായിരുന്നു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വരത്തില്ലായിരുന്നു. എന്തായാലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേനെന്നൊക്കെ പറയുന്നത് പോലെ പരീക്ഷാ സംവിധാനങ്ങളിലെ സുരക്ഷാ വീഴ്ച പരിഹരിക്കാൻ നന്ദൻ നിലാഖേരിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പുതിയ ടാസ്ക് ഫോഴ്സ്, പരീക്ഷാ പരിഷ്കരണ ടാസ്ക് ഫോഴ്സ് ഉടനെ പ്രവർത്തനം ആരംഭിക്കും. ISROയുടെ മുൻ ചെയർമാനായിട്ടുള്ള S. സോമനാഥൻ, മുൻ ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ഡേക്ക, IIT മദ്രാസിൻ്റെ ഡയറക്ടർ V. കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൽ, ലോജിസ്റ്റിക് വിദഗ്ധൻ അമൃതലാൽ മീണ തുടങ്ങിയവരെ ഒരു പരീക്ഷാ പരിഷ്കരണ സംഘത്തിൽ ഉൾപ്പെടുത്തിയത് എന്തിനാണ് എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. ചോദ്യപേപ്പർ ചോർച്ച എന്നത് സീൽ പൊട്ടിച്ച് ചിത്രമെടുക്കുന്ന ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല. ചോദ്യം തയ്യാറാക്കൽ, ഡിജിറ്റലായിട്ടുള്ള സംഭരണം, അച്ചടി, അതിൻ്റെ ഗതാഗതം എല്ലാം പ്രശ്നമാണ്. ഏത് ലെവലിൽ വെച്ചും അത് ചോരാം. അതുപോലെ പരീക്ഷാ കേന്ദ്രം, ആ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നവർ, പ്രിൻ്റ് ചെയ്യുന്നവർ, അത് കൊണ്ടുപോകുന്നവർ, അത് ഓപ്പൺ ചെയ്യുന്നവർ, പല സ്ഥലങ്ങളിൽ വെച്ചും ക്വസ്റ്റ്യൻ്റെ ചോർച്ച ഉണ്ടാവാം. വിദ്യാർത്ഥികളുടെ തിരിച്ചറിയൽ, മൂല്യനിർണ്ണയം, ഫലപ്രഖ്യാപനം എന്നിവ ഉൾപ്പെട്ട വലിയൊരു ശൃംഖലയാണ് പരീക്ഷാ സംവിധാനം. അപ്പോൾ പരീക്ഷാ സംവിധാനം എന്ന് പറയുന്നത് ചെറുതല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ടീം മുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി ക്വസ്റ്റ്യൻ ബാങ്കിൽ കൊടുക്കുന്നു, ആ ബാങ്കിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കുന്നു, അതിനെ പിന്നെ രഹസ്യമായ കോഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ രഹസ്യമായി ജയിലിലാണത് പ്രിൻ്റ് ചെയ്യുന്നത്, അത് രഹസ്യമായി പ്രിൻ്റ് ചെയ്യുന്നു, പിന്നെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ പല കൈകൾ മറിഞ്ഞാണ് വീണ്ടും കുട്ടികളുടെ കയ്യിൽ എത്തുന്നത്. അപ്പോൾ ഇതിലിടയ്ക്കെല്ലാം ചോർച്ചയുടെ ഒരുപാട് അംശങ്ങളുണ്ട്. ഈ ശൃംഖലയിൽ ഐഡൻറ്റിറ്റി തട്ടിപ്പുണ്ട്, സൈബർ ആക്രമണം, പരീക്ഷാ കേന്ദ്രങ്ങളിലെ സുരക്ഷാ വീഴ്ച, സ്വകാര്യ വെൻഡർമാരുടെ അമിതമായ പ്രവേശന അവകാശം, ഉദ്യോഗസ്ഥരും കോച്ചിങ് സെൻ്ററുകളും തമ്മിലുള്ള പരീക്ഷാ മാഫിയ എന്നിവയെല്ലാം എങ്ങനെ നേരിടാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് വളരെ കൃത്യമായ ഒരു സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു പഠന സംഘത്തെ ഇതിനകത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഡൽഹിയിൽ ഇത് സംബന്ധിച്ച പാർലമെൻറ്റിലും അകത്തും പുറത്തുമൊക്കെ കുട്ടികളെ തല്ലിയതിനെതിരെയും വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിനെതിരെയും ഒക്കെയുള്ള ശക്തമായ പ്രക്ഷോഭം നടക്കുകയാണ്. അതിനകത്ത് പാർലമെൻറ്റിനകത്തും ചർച്ച വേണമെന്നൊക്കെ പറയുന്നു. ഇതിനിടയിൽ ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെൻറ്റിലെത്തിയപ്പോൾ BJP വലിയ സ്വീകരണമാണ് കൊടുത്തത്. തൊപ്പി വച്ചും ഷാളണിയിച്ചുമൊക്കെ വലിയ സ്വീകരണം കൊടുത്തു. അങ്ങനെ സ്വീകരണം കൊടുത്തപ്പോൾ പ്രതിപക്ഷ MP-മാർ അവിടെ ഉണ്ടായിരുന്നു. അവർ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്ത് എതിർത്തു. വളരെ വലിയ തർക്കം പാർലമെൻറ്റിൻ്റെ അകത്തും നടക്കുന്നു, പുറത്തും നടക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാനെ അകത്ത് വന്നപ്പോൾ അദ്ദേഹത്തിനെ കയ്യടി കൊണ്ട് ഭരണപക്ഷം സ്വീകരിച്ചപ്പോൾ കൂക്കി വിളിച്ചാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. അങ്ങനെ ഓരോ മൊമെൻറ്റിലും പ്രതിപക്ഷം അവരുടെ കരുത്ത് കാണിക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും ഇപ്പോൾ ഒരു 6 അംഗ സംഘത്തെ വച്ചിട്ടുണ്ട്. ടാസ്ക് ഫോഴ്സിൽ സക്സസ് ആകുമോ, പരീക്ഷാ മാഫിയയ്ക്ക് ചെക്ക് വരുമോ എന്നുള്ളതാണ് കൃത്യമായൊരു ചോദ്യം. അങ്ങനെ ഇന്ത്യയിലെ കോടാനുകോടി 140 കോടി ജനങ്ങൾ കിടക്കുന്ന 10-23 കോടി ആളുകൾ പഠിക്കുന്ന കുട്ടികൾ, 10-20 കോടിയിലധികം കുട്ടികൾ പഠിക്കുന്ന വലിയൊരു ശൃംഖലയാണിത്. അപ്പോൾ അതിന് വലിയ പരീക്ഷാ സംവിധാനം ഈ രാജ്യത്തെ വളരെ വലിയ കോർഡിനേഷനാണ് ആവശ്യം. അപ്പോൾ ആ കോർഡിനേഷൻ്റെ ഇടയിൽ ഇതെല്ലാം നടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും വളരെ പ്രമുഖരായിട്ടുള്ള, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള 6 പേരെയാണ് ഇതിൻ്റെ കമ്മിറ്റിയിൽ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു റിസൾട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ നേരത്തെ ഈ സംവിധാനങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും പ്രതിസന്ധിയിലേക്ക് പോകില്ലായിരുന്നു രാജ്യം. ഇത്രയും വലിയ സമരവും അതിൻ്റെ പ്രതിഷേധവും പല കാര്യങ്ങളും രാജ്യം കണ്ടു. അത് കാണേണ്ട ഒരവസ്ഥ രാജ്യത്തിന് വരില്ലായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ 47 പേരെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇത് പിരിച്ചുവിട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റി വലിയ രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം, ഇത് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയവരാണോ ലീക്ക് ചെയ്ത് കൊടുത്തത്? പ്രിൻറ്റിങ്ങിൻ്റെ സ്ഥലത്തു നിന്നാണോ, സോർട്ട് ചെയ്ത സ്ഥലത്തു നിന്നാണോ, ട്രാൻസ്പോർട്ട് ചെയ്ത സ്ഥലത്തു നിന്നാണോ, ട്രാൻസ്പോർട്ട് ചെയ്ത് കിട്ടിയ അധ്യാപകരാണോ, ആരാണ് ഇത് ചോർത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ചും വളരെ കൃത്യമായ അന്വേഷണം CBIയുടെയും NIAയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കണം. അതെല്ലാം കൂടി വരുന്ന വളരെ മനോഹരമായ ഒരു പരീക്ഷാ പരിഷ്കരണ
ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പരിഷ്കരണത്തിനുള്ള വളരെ കൃത്യമായ അജണ്ട രാജ്യത്ത് നടപ്പിലാവട്ടെ. അത് നടപ്പിലാവുമെന്ന് തന്നെ ഇവരുടെ കമ്മിറ്റിയിലൂടെ നമുക്ക് വിശ്വസിക്കാം.